മക്കളെ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കോ, പതുക്കെ ഇറങ്ങണേ വീഴാതെ. എന്തൊരു കാടായത്. എന്റെ അമ്മ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് പേടിക്കാനൊന്നും ഒന്നുമില്ലടി. നല്ല രസമല്ലേ കാണാൻ? അമ്മ പെട്ടെന്ന് എന്തോ ആടി, അല്ല സിംഹം പുലി വന്ന് നിൽക്കുന്നോ? സിംഹം പുലി മാത്രല്ല, അല്ല കടുവയും കാണുന്നു എന്റെ പേടി. എല്ലാരും ഇവിടെ നിക്കണേ. മാമ പോയേ നിങ്ങൾക്ക് ഇവിടെ നല്ല തണ്ണിമത്തങ്ങ ഉണ്ട്, പറിച്ചോണ്ട് തരാം. നിങ്ങൾ അതും കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം കേട്ടാ. ഇവിടെ നിക്ക കേട്ടാ, ഞാൻ പോയി പിള്ളേർക്ക് തണ്ണിമത്തങ്ങ പറിച്ചോണ്ട് കൊടുത്തിട്ട് വരാം. ഇപ്പൊ വരാമേ. വല്ലാത്ത കാടായി പോയില്ല. ഈ പിള്ളേരെ കൊണ്ടുവന്ന് എനിക്ക് പേടിയാവുന്നു. ആ, ദേ അവിടെ ഒരു തണ്ണിമത്തങ്ങ കിടക്കുന്നു, പറിക്കാം. ആ, അല്ല മൃഗങ്ങളും കടിച്ചതാണോ ഒന്നും ഒന്നും അറിയത്തില്ല. നല്ല നോക്കി എടുക്കാം. ആ, നല്ലത് തന്നെ, ഒന്നും കടിച്ചിട്ടൊന്നുമില്ല. ആ, ദൈവമേ, രക്ഷപ്പെട്ടു. ആ, മക്കളെ, ദേ തണ്ണിമത്തങ്ങ. എല്ലാരും ഇവിടെ നിന്ന് മിണ്ടാതെ കഴിച്ചോളണം കേട്ടോ. അച്ഛ ഇപ്പൊ ലോഡൊക്കെ ഇറക്കിയിട്ട് ഇപ്പൊ വരാമേ. ദേ എല്ലാരും കട്ട് ചെയ്ത് ഉണ്ടാകാന്നൊന്ന് കഴിക്കണം കേട്ടോ. അച്ഛ കട്ട് ചെയ്ത് തരാം. പിന്നെ അച്ഛ തൊട്ടപ്പുറത്താണ് ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ വിളിച്ചാൽ ഉടനെ അച്ഛൻ വിളി കേൾക്കും. ആരും പേടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛാന്ന് വിളിച്ചാൽ മതി കേട്ടാ. അപ്പൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. പോകാൻ കേട്ടാ. ഓക്കെ ഓക്കെ. എല്ലാരും അടി ഉണ്ടാക്കാതിരുന്ന് തണ്ണിമത്തങ്ങ കഴിക്കണേ. രാജമാമ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. ഓ പിന്നെ എന്നെ മാത്രം ഏൽപ്പിച്ചു പോകാൻ ഞാൻ രാജാവാടാ. എടി പെണ്ണെ കൂടുതൽ ഷോ കാണിക്കല്ലേ കേട്ടാ. ഒന്ന് മിണ്ടാതിരിക്കടി അമ്മോ. ഇവിടെ ചെന്നാൽ നിനക്ക് കൊട കാണല്ല. തണ്ണിമത്തങ്ങ കഴിക്കേ. തിന്നിട്ട് നമുക്ക് കുറച്ച് കാടൊക്കെ സന്ദർശിക്കാൻ പോവാടേ. ഈ പാറക്കുട്ടി മാത്രമേ എനിക്ക് പേടിയുള്ളൂ. ഓടാൻ അറിയത്തില്ല, ഒന്നിനും അറിയത്തില്ല. പാറക്കുട്ടിക്ക് സൂപ്പറായിട്ട് ഓടാനൊക്കെ അറിയാം. പെട്ടെന്ന് എല്ലാരും കഴിക്കടേ. മാമനും അച്ഛനും പറയുമ്പോ നമുക്ക് പോയിട്ട് വരാം. പിള്ളേര് കഴിക്കാനില്ല. കഴിക്കും പിള്ളേർ അങ്ങോട്ട്. പിള്ളേരെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് വന്നോണ്ട് ഒരു സമാധാനം ഇല്ല മനുവേട്ടാ. ശരിയാ, നമുക്ക് പെട്ടെന്ന് ലോഡറാക്കിയിട്ട് പോവാം. ഇന്നത്തെ ലോഡ് മതിയോ മനുവേട്ടാ? പിള്ളേർ അവിടെ ഇരുന്നോണ്ടാ എനിക്ക് വല്ലാത്ത പേടി. എടാ, ഇനി മറ്റേ ലോഡ് വരുമെന്ന് പറഞ്ഞല്ലോ, അതുകൂടെ കയറ്റിയിട്ട് പോവാം നമുക്ക്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും മറ്റേ ലോഡൊന്ന് കയറ്റിയിട്ട് പോവാം. ഇനി അതിന് വേണ്ടി ഒരു ദിവസം വരണ്ടേ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ആ ലോഡ് ഇപ്പം വന്നിട്ട് നമ്മൾ കയറ്റി അവിടെ ഇറക്കിയിട്ട് നമുക്ക് പോവാം. പിള്ളേർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിള്ളേർ വിളിക്കാന്നല്ലേ പറഞ്ഞ എന്തിനാ ആവശ്യമുണ്ടെങ്കിലും. നമുക്ക് പോയി നോക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. ശരി. ഈ പിള്ളേരെ വിളിച്ച് വിളിച്ച് നടന്നു. എടി വാടി ഗൗരി, നമുക്ക് പോയി നോക്കിട്ട് വരാടി. എടി അവിടെ നിക്ക്, ഞങ്ങൾ വരുന്നേ. അയ്യോ, എടി പെണ്ണ് അവിടെ നിക്കടി. അപ്പൊ നീ വരണിക്ക് അങ്ങോട്ട്. എടി ഈ പാറു, ഈ വരുന്ന ചേച്ചി അവിടെ നിക്ക്. അച്ചോ, നല്ല മോളല്ലേ. മോൾ ഇവിടെ ഇരിക്കി. ചേട്ടനും ചേച്ചി കിടപ്പ് നോക്കിയിട്ട് വരാം. നല്ല കുട്ടിയല്ലേ. അതെ, പാറക്കുട്ടി സുന്ദരി മോളല്ലേ. ഇവിടെ ഇരിക്കണേ. ചേച്ചിയും ചേട്ടനൊക്കെ ഇപ്പൊ വരാം കേട്ടോ. പെട്ടെന്ന് വാ അങ്ങോട്ട്. ആ പിള്ളേരൊക്കെ അങ്ങ് എത്തി. എടി അമ്മ, ഗൗരി അവിടെ നിക്ക്, ഞങ്ങൾ അവിടെ വരുന്നേ. പെട്ടെന്ന് അവിടെ എത്തണം. എല്ലാരും വേഗം വാ. നല്ല എനിക്ക് പേടിയാവുന്നേടാ. എടി വല്ല മൃഗങ്ങൾ വരാൻ എന്റെ പേടി. മൃഗങ്ങൾ പറഞ്ഞാ എന്താ, നമ്മൾ ഓടണം, അത്ര തന്നെ. ഈ പാറക്കുട്ടി എങ്ങനെ ഓടുന്നു നീ പറ. പാറക്കുട്ടി ഓടും. ഓ, പാറക്കുട്ടി ഓടും. എന്നിട്ട് അവിടെ ഇടങ്ങി ഇരുന്നൂടെ പാറക്കുട്ടി? ഇനി പാറക്കുട്ടി ഏതാണ്ട് ചെന്ന് വഴക്കുറഞ്ഞ് അവിടെ കിടന്ന് മോങ്ങും കിടന്നു. ദേ നമുക്ക് അങ്ങോട്ടേ നോക്കിയിട്ടൊക്കെ വരാം. ബാ.
ഏയ് ഒന്ന് പാടാതിരിക്കടി. അല്ല സിംഹവും പുലിയൊക്കെ കയറും പഠിച്ചോണ്ടെന്ന് വരും. അല്ല സിംഹത്തിനെ കെട്ടിയിടോടാ കയറും പഠിച്ചോണ്ട് വരാൻ. ഓ നിന്റെ പാട്ട് കേട്ടാ പിന്നെ ഓ, കയറും പഠിച്ചോണ്ടല്ലാതെ ചങ്ങലാണെങ്കിലും പഠിച്ചോണ്ട് വരും. അത് മിണ്ടാതിരിക്കടാ ചേട്ടാ. ദേ അങ്ങോട്ട് നോക്കിയേ, അവിടെ എന്താ കിടക്കുന്നില്ലേ? ശരിയാ, അതെന്താടി? എന്റെ അമ്മേ, അവിടെ എന്താ വെറുതെ കിടക്കുന്നെ? എടി, അവിടെ എന്താ കിടന്ന് ഉറങ്ങുന്നാ തോന്നുന്നേ? അമ്മേ, അമ്മേ എനിക്ക് പേടിയാവുന്നു. എടാ നമുക്ക് തിരിച്ചു പോവാം. എടാ അപ്പു, വാ, നമുക്ക് തിരിച്ചു പോവാം. മിണ്ടാതിരിക്ക്, നമുക്ക് സെർച്ച് ചെയ്തിട്ട് പോവാം. നോക്കട്ടെ, വാ അങ്ങോട്ട് വാ. എടാ എടാ എനിക്ക് പേടിയാവുന്നു. മിണ്ടാതിരിക്കരുത് പെണ്ണേ. എടാ അപ്പു എനിക്ക് പേടിയാവുന്നു. അത് എന്താ അവിടെ കിടന്ന് ഉറങ്ങുവാ? ഈ കമ്പെടുത്ത് നോക്കട്ടെ. ഇങ്ങനെ കമ്പം കിടക്ക്, ഞാൻ നോക്കാം. അമ്മേ നോക്കട്ടെ. എന്റെ ദൈവമേ, ചത്തെടുക്കാണോ? എടാ എടാ ഇത് ഡിനോസറാ, ഇത് ജീവനില്ല. ദേ ചത്തെടുക്കുന്നു. അമ്മേ ഇതെങ്ങനെ ചത്തത്? അല്ല മൃഗങ്ങൾ തമ്മിൽ അടിപൊളിയാണോ? അല്ല അസുഖം ബാധിച്ച് ചത്തതായിരിക്കൂടി. എന്റെ അമ്മേ, അപ്പൊ ഇവിടെ ഡിനോസർ കാണോ? അപ്പൊ അപ്പൊ ഇതിന് വേറെ കുട്ടികൾ അച്ഛനും അമ്മയും ഇവിടെ എവിടെയെങ്കിലും കാണൂടാ? എനിക്ക് പേടിയാവുന്നടാ. അമ്മേ അമ്മേ എനിക്ക് പോവാം. എടാ എടാ വാ നമുക്ക് പോവാടാ. എന്താണ് അവിടെ? പിള്ളേരെ അവിടെ എന്തോ ഉണ്ട്, ഇവിടെ വാ. എടി എന്താ? എടി അവിടെ ഒരു ഡിനോസർ ചത്തു കിടക്കുന്നടി. ഡിനോസറോ? അമ്മേ ചത്തു കിടക്കുവാണല്ലോ. ഇതിന്റെ കുട്ടികളെ തള്ളി തന്നെ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും കാണും കേട്ടാ. എടാ നമുക്ക് നമുക്ക് ഇവിടെ സേഫ് ആവാ. ഒന്ന് മിണ്ടാതിരിക്കി, പേടിക്കാതെ. ഈ പിള്ളേർക്കൊന്നും ഒരു ധൈര്യങ്ങളും ഇല്ല. ആ കമ്പ എവിടെയെങ്കിലും എടുത്തേ, ഞാൻ എവിടേക്ക് നോക്കട്ടെ വേറെ എല്ലാ മൃഗങ്ങളുണ്ടാവും. ശരിയാ ഗൗരി, നീ വാ നമുക്ക് നോക്കിട്ട് വരാം. പിള്ളേർക്കൊരു പേടി. ചത്തെടുക്കുന്ന മൃഗല്ല നമ്മളെ കീർത്തിക്കാനൊന്നും വരത്തില്ല. ദേ അവിടെ എന്താ കിടക്കുന്നത്? അതെന്താ കിടക്കുന്നേ? അയ്യോ ഒരു മുട്ട, ഓറഞ്ച് കളർ മുട്ടയോ? ചിലപ്പോ ഡിനോസറിന്റെ മുട്ടയായിരിക്കൂടി. എടാ എടാ അപ്പു, മുട്ട ദേ പിന്നെ കിടക്കുന്നത്. എന്റെ ദൈവമേ, ഇവിടെ അതിന് ഡിനോസറിന്റെ മുട്ടയാണെന്നാ തോന്നുന്നേ. ഇത് ഡിനോസറിന്റെ മുട്ടയാണോ? പിന്നെ അല്ലാതെ ഡിനോസർ ചത്ത് കിടക്കുന്ന കണ്ടില്ലേ? അപ്പൊ ഡിനോസർ ഇട്ട മുട്ടയായിരിക്കും. ദേ ദേ പിന്നെ കിടക്കുന്നത്. എടാ എടാ അപ്പു, ദേ പിന്നെ കിടക്കുന്നത്. ഇതിനിപ്പോ എന്താ ചെയ്യാ? എടാ എടാ നമുക്കിതിനെ പറക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലാടാ. എടാ 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 അപ്പു, ഇത് വന്ന് പെട്ടെന്ന് പറക്കിയെടുക്ക്. നീ ഡിനോസറിനൊക്കെ ആയി പോകും കേട്ടാ. ഒന്ന് മിണ്ടാതിരിക്കും മാറും അവിടെ. മനുഷ്യനെ പേടിച്ച് നിൽക്കുമ്പോഴാ അവളാ മുട്ട പൊരിച്ച് തിന്നേക്കാം. നമുക്ക് നമുക്ക് ആ മുട്ടകളെല്ലാം പിറക്കി വീട്ടിൽ കൊണ്ട് പോയാലാടാ. എന്തിനാ വീട്ടിൽ പറക്കൊണ്ട് പോകുന്നേ? ഒന്ന് മിണ്ടാതിരിക്കട്ടെ, അത് വിരിയോ നോക്കട്ടോ. ആ വിരിഞ്ഞ് ആ ഡിനോസർ ആയിട്ട് നിന്നെ തന്നെ പിടിച്ച് വിഴും കൂടി ആ ഡിനോസർ. ഒന്ന് മിണ്ടാതിരിക്കും പിള്ളേരെ. നമുക്ക് ഇതിനെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ട് പോവാം എന്തായിരുന്നാലും. അല്ല തുണി എടുക്കണേ, നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്യാം. വാ എടി 3 മുട്ടയല്ല അടി, വേറെ മുട്ടയൊന്നും ഇല്ലല്ലോ. വേറെ ഒന്നും ഇല്ലടാ, കണ്ടോളൂ. പേകെ പേകെ അച്ഛൻ പറഞ്ഞ അച്ഛനും മാമർക്കൊന്നും കാണിച്ചൊന്നും കൊടുക്കില്ല കേട്ടാ. എനിക്ക് കൊണ്ടുപോകാൻ താമസിക്കത്തില്ല. നമ്മള് ഒളിച്ചോണം കൊണ്ടുപോവാം വീട്ടില്. ആ ഒളിച്ച് സേഫായിട്ട് കൊണ്ട് വെച്ചരാടാ. വണ്ടി വന്നോണ്ട് നമുക്ക് എടുത്തോണ്ട് പോവാം. ഈ സൗണ്ട് ഇപ്പൊ എവിടെന്നാ വരുന്നേ? അതിന്റെ കുട്ടികൾ ഇവിടെ എവിടെ ഉണ്ട്? എടാ എടാ നോക്ക്, രണ്ട് മൃഗം നോക്ക്. എനിക്ക് പേടിയാവുന്നു. എവിടെ എവിടെ? നീ നോക്ക്, ആ പാതിന്റെ മണ്ടേ നോക്ക്. എന്റെ അമ്മേ, എടാ പെട്ടെന്ന് അച്ഛനെ വിളിക്കണം, എനിക്ക് പേടിയാവുന്നു. പെട്ടെന്ന് ഓടിക്കോ, മുട്ട തിരിച്ചെന്ന് അറിഞ്ഞു കൊടുത്താലാടാ. ചിലപ്പോ മുട്ട എടുത്തോണ്ടായിരിക്കൂടെ നമ്മളെ പിടിക്കാൻ വരുന്നത്. അമ്മേ എനിക്ക് പേടിയാവുന്നു. അച്ഛന് മാവിനെ പെട്ടെന്ന് വിളിക്ക്. അപ്പോ ഓടിക്കോ പാറക്കുട്ടി, ഓടിക്കോ. ഇങ്ങോട്ട് വരുന്നേ, എല്ലാരും ഓടിക്കോ. അമ്മേ അതോ കൂട്ടത്തോടെ ഇറങ്ങണേ, എല്ലാരും ഓടിക്കണേ. ഞാൻ പിന്നെ വരുന്നു. ഓടിക്കോ.
എല്ലാരും ഓടിക്കോ. ദേ, നമ്മുടെ പിറകിൽ നിന്ന് വരുന്നു. ദേ, അച്ഛൻ വന്ന് രക്ഷപ്പെട്ടെ. മക്കളെ എല്ലാരും പേടിച്ചോ? എല്ലാരും വാ കയറിക്കേ. വിശപ്പുണ്ട് എല്ലാവർക്കും. അച്ഛൻ അങ്ങോട്ട് പോകുമ്പോ ഫുഡൊക്കെ മേടിച്ചു. എല്ലാരും വന്ന് വണ്ടി കയറ്. വാ. നമുക്ക് മുട്ട കിട്ടിയ കാര്യം ഒരിക്കലും അച്ഛനും മാമന്റെ അടുത്ത് പറയല്ലേ കേട്ടാ. പാറക്കുട്ടി നിന്റെ അടുത്ത് ഇവിടെ പറയുന്നേ. ഒരു കാര്യം അച്ഛൻ്റെ അടുത്ത് പറയല്ലേ, മുട്ട കിട്ടിയ കാര്യമൊന്നും പറയല്ലേ കേട്ടാ, അല്ലെങ്കിൽ ചേട്ടനെ അടിക്കും അച്ഛൻ. ഓക്കേ? എല്ലാരും കേറണേ. നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? അച്ഛൻ കടയിറങ്ങി ഫുഡൊക്കെ മേടിച്ചു തരാം. പെട്ടെന്ന് കയറിങ്ങോട്ട്. അതെന്താ അമ്മു? അതെന്താ? അത് മാമ, അത് പിന്നെ കുറച്ച് വിത്താ മാമ. ഓ, എന്ത് വിത്താ ഇത്? നോക്കട്ടെ. വീട്ടിൽ കൊണ്ടേ കാണിച്ചാലോ മാമ? ഇപ്പൊ സമയം, നമുക്ക് നല്ല വിശപ്പുണ്ട് മാമ. ഫുഡ് കാണിച്ചതാ മാമ. എടാ അപ്പുറത്തൊക്കെ പിടിക്ക്. പതുക്കെ വെക്കാതെ. മുത്ത, അച്ഛാ മുത്ത, മുത്ത. വായ നടച്ച് പൊത്തി വീടി. ഇതൊന്ന് പറഞ്ഞു കൊടുക്കുന്നോള്. പാറു, മിണ്ടാതിരിക്കാൻ പറ്റൂല നിനക്ക്. എന്തോ കള്ളത്തരം എല്ലായിടത്തിനും. എന്തുവാടേ? നീ കേറ് മനു. പെട്ടെന്ന് വാ, നമുക്ക് പോവാം. ആ, മാമന് എന്താ മനസ്സിലായി കേട്ടാ. ആരും സംശയം ഉണ്ടാവാത്ത രീതിയിൽ സംസാരിക്കണേ. ഈ പാറക്കുട്ടി മാത്രം എനിക്ക് പേടിയുള്ളൂ. തിരിഞ്ഞു നോക്ക്. ഞാൻ ചീരിയല്. നമ്മളെ വണ്ടിക്കകത്ത് കൂടെ കേറാൻ പോകുന്നു. അച്ഛാ, അച്ഛാ, മാമ പെട്ടെന്ന് വണ്ടി എടുക്കണം മാമ. നമുക്ക് പോവാം. എന്റെ അമ്മേ, മാമ പെട്ടെന്ന് സ്റ്റാർട്ട് ആക്ക് മാമ. അയ്യോ, അയ്യോ, എവിടെ? എന്റെ ദൈവമേ, അതിങ്ങോട്ടാണല്ലോ വരുന്നത്. അമ്മേ, 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 അയ്യോ. വേഗം വണ്ടി എടുക്ക് മാമ. അച്ഛാ, അച്ഛാ, വേഗം വണ്ടി എടുക്ക്. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമ്മള് വണ്ടി ചാടി കയറാവുന്നു. നമ്മളെല്ലാരും കടിച്ചു തിന്നത്തേ ഉള്ളൂ. അമ്മേ, അമ്മേ, അമ്മേ വരുന്നു.